യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന്റെ ഇടനാഴികളിൽ ജസ്റ്റിൻ ജോൺ എന്ന 18-കാരന് സംഭവിച്ചത് എന്തെന്ന എഫ്ഐആറിന്റെ അന്വേഷണം ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം തുടരുന്നു. ജസ്റ്റിന്റെ ദുരൂഹമരണം ഒരു നോയിഡ ക്രൈം ഡയറി. നോയിഡയിലെ അമിറ്റി സർവകലാശാലയിലെ ഈ നീന്തൽക്കുളത്തിൽ നീന്തുമ്പോൾ ജസ്റ്റിൻ ജോൺ സേവ്യറിന് ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് സർവകലാശാല അധികൃതർ ആദ്യം പറഞ്ഞത്. എന്നാൽ ബന്ധുക്കളിൽ നിന്ന് പലതും മറച്ചുവെക്കാനാണ് ആദ്യം മുതലേ സർവകലാശാലയിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. നോയിഡ പോലീസ് കാര്യമായ അന്വേഷണമോ ചോദ്യം ചെയ്യലോ ഇക്കാര്യത്തിൽ നടത്തിയില്ല. ദില്ലിയിലെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെക്രട്ടറി ജോർജ് ജോസഫ് നടുത്തല ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ കേസിൽ ഇടപെട്ടു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജസ്റ്റിന്റെ വീട്ടുകാർക്ക് ഇവർ എല്ലാ സഹായവും നൽകി. കുട്ടി മരിച്ചു എന്ന് ബോംബെയിൽ അവരുടെ റിലേറ്റീവിന് ഫോൺ വരികയും കേരളത്തിൽ ഫോൺ വരികയും റിയാദിൽ ഫോൺ വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലുള്ള ലോക്കൽ പേരൻസ് അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ ഉണ്ടായ അവരുടെ സംസാരത്തിലും അതിനുശേഷം കുട്ടിയുടെ ബോഡി കൈലാഷ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പറയുകയും ചെയ്തിരുന്നു. കൈലാഷിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ കുട്ടിയെ അവർ കാണിക്കാനായിട്ട് താമസം വരുത്തുകയും ചെയ്തു. ഒടുവിൽ നിർബന്ധിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം കാണിക്കാൻ അവർ തയ്യാറായത്. അമിറ്റി സർവകലാശാലയിൽ ചേർന്ന് 1 മാസത്തിന് ശേഷമാണ് ജസ്റ്റിൻ ജോൺ സേവ്യർ മരിച്ചത്. സർവകലാശാലയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് റിയാദിലുള്ള തന്റെ മാതാപിതാക്കളെ ജസ്റ്റിൻ ജോൺ അറിയിച്ചിരുന്നു. ഏറെ നാളത്തെ ശ്രമഫലമായാണ് കേസിൽ അന്വേഷണം നടത്താൻ കേരള പോലീസ് തയ്യാറായത്. വീണ്ടും പോസ്റ്റ്മോർട്ടം നടന്നത് കേരള പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ നോയിഡ പോലീസിൽ നിന്ന് കാര്യമായ സഹകരണം കേരള പോലീസിനും കിട്ടിയില്ല. കേരള പോലീസ് വന്നിരുന്നു, അവര് അന്വേഷിച്ചു, ഒരാഴ്ചയോളം അന്വേഷിച്ചതിന് ശേഷം തിരിച്ചുപോയി. പൂർണ്ണമായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചില്ല. ഉത്തർപ്രദേശ് പോലീസ് എഴുതിത്തള്ളിയ ഒരു കേസിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്.